കമ്പയർ ഈ ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് അറിയാമോ? ലഹരി, മയക്കുമരുന്ന് ഉപയോഗം. തീർച്ചയായും. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ വളരെ നല്ലൊരു സന്ദേശം സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൽകുന്നുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സാധനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ ആരുടെയാ? മോഹൻലാലിന്റെ, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ. മോഹൻലാലിന്റെ മാസ് ഡയലോഗ് ഉണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ dirty business. Yes. ലാലേട്ടൻ നാളെ ഇവിടെ വരുന്നുണ്ടല്ലോ. സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥിയായിട്ട് ശ്രീ മോഹൻലാൽ ഇവിടെ എത്തുന്നുണ്ട്. മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷന്റെ സ്റ്റാള് ഞങ്ങളുടെ ജനം പവലിയന്റെ തൊട്ട് മുമ്പിലാണ്. അപ്പൊ നമുക്ക് സാനുവിന്റെ റിപ്പോർട്ട്. രാസലഹരിയുടെ ദൂഷ്യവശങ്ങൾ ഓരോന്നായിട്ടാണ് അവരുടെ ഈ സ്റ്റാളിൽ കാണിച്ചിരിക്കുന്നത്. അത് വരുന്ന കുട്ടികൾക്കെല്ലാം ഇതിന്റെ ദൂഷ്യവശങ്ങൾ, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ മത്സരത്തിൽ പങ്കെടുത്ത ശേഷം വിദ്യാർത്ഥികൾ സ്റ്റാളിലെത്തിയൊക്കെയാണ് മടങ്ങുന്നത്. കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ പങ്കെടുക്കാനെത്തുന്ന വേളയിലാണ് ഇത്തരമൊരു നല്ല നീക്കം, അല്ലെ? നല്ല മാതൃക തന്നെ പറയാം. റിപ്പോർട്ട് കാണാം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ 4ാം ദിവസത്തിലൂടെ കടന്നു പോകുകയാണ്. ഈ 4ാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധയോടെ കൂടി കാണേണ്ട, അല്ലെ ഏറെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേയധികം സന്ദേശങ്ങൾ നൽകുകയാണ് ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ. നമ്മുടെ മലയാളികൾക്ക് ഏറെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പ്രളയ സമയത്തും അതേപോലെ തന്നെ കോവിഡ് അടക്കമുള്ള മഹാമാരികൾ നമ്മുടെ നാടിനെ വേട്ടയാടിയ സമയത്ത് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സജീവമായിരുന്ന ഒരു ഫൗണ്ടേഷനാണ് വിശ്വശാന്തി. അതും മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഫൗണ്ടേഷനാണ്. അവർ വലിയൊരു സന്ദേശമാണ് ഇക്കുറി നൽകിയിട്ടുള്ളത്. അതായത് കൗമാരക്കാരായിട്ടുള്ള നിരവധി കുട്ടികൾ ഈ രാസലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം മുക്തി നേടുന്നതിന് കലയാണ് ലഹരി എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക സ്റ്റാളാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുതെന്നുള്ള സന്ദേശമാണ് പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിക്ക് സമീപം അവർ തയ്യാറാക്കിയിട്ടുള്ള ഈ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഈ ഒരു സെന്ററിൽ നിന്ന് അവർ പുറത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശം. എന്തായാലും ആ ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന ചിലർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ കുട്ടികൾക്ക്, ഈ കൗമാര കലാമേളയിൽ എത്തുന്ന കുട്ടികൾക്ക് നിങ്ങൾ നൽകുന്ന സന്ദേശം? ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ തന്നെ കലയാണ് ലഹരി. അതിന് ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഫൗണ്ടറായിട്ടുള്ള മോഹൻലാൽ സാർ തന്നെയാണ്. അത് എന്താണോ നമ്മളുടെ ഒരു പാഷനായിട്ട് ഫോളോ ചെയ്യുന്നത്, ആ പാഷൻ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരി. അതിന് ഉത്തമ ഉദാഹരണമാണ് സാറ്. അപ്പോൾ അദ്ദേഹം നേരിട്ട് നയിക്കുന്ന പ്രോജക്റ്റ് തന്നെയാണ് BA ഹീറോ സേ നോ ടു ഡ്രഗ്സ്. കഴിഞ്ഞ മെയ് 21 യോഗാ ദിനത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പയിനാണ്. ഇതുവരെ 50,000-ഓളം സ്കൂൾ കുട്ടികളെ നേരിട്ട് പല പ്രാവശ്യമായിട്ട് എക്സ്പീരിയൻഷ്യൽ മോഡലിൽ നമ്മൾ ഇൻ്റർവെൻഷൻ നടത്തി വരികയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്കൂളുകളിലും തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ 6 മാസം കഴിഞ്ഞുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മെഗാ ഇവൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ സ്റ്റാള് ഇട്ടിരിക്കുന്നത്. ഈ കലോത്സവത്തിൽ ഏകദേശം ഒരു 15,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം കുട്ടികൾ ഇവിടെ ഇതിനോടൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ഏകദേശം കണക്കുകളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എത്രത്തോളം ഉണ്ടായതുമല്ലോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റാളിലായാലും ഈ പങ്കെടുക്കുന്ന ഒരുവിധം എല്ലാ കുട്ടികളും തന്നെ വന്ന് ഇതുപോലെ ഫോട്ടോ എടുക്കുകയും കാർട്ടൂൺസ് ഇവിടെ പ്രദർശിപ്പിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർട്ടൂണാണ്. 2 ലൈഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ ലൈഫ് സ്കിൽസിൽ കൂടെ എങ്ങനെയാണ് അത് കടന്നു പോകേണ്ടതെന്നൊക്കെയുള്ള രീതിയിലുള്ള മെയിൻ ഒരു കാർട്ടൂൺ ഉണ്ട്. അത് കുട്ടികൾ വളരെ വീക്ഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് നമ്മൾ ഇടയ്ക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികൾ പലരും വളരെ കൗതുകപരമായിട്ടാണ് ഇത് കണ്ടുപോരുന്നത്. എങ്ങനെ പോയാലും 15,000 കുട്ടികൾ നമ്മളുടെ വേദിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ലാലേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഒരു ചോദ്യം ഇവിടേക്ക് എത്തുമോ എന്നുള്ളതും ആണ്. എന്താണ് നിങ്ങൾക്ക് ഇവിടേക്ക് എത്തുന്ന കാര്യത്തിൽ വല്ല തീരുമാനം ഉണ്ടായിട്ടുണ്ട്? നമ്മളോട് ഇതുവരെ അറിയിച്ചിരിക്കുന്നത് സാർ എത്തുന്നതാണ്. സാറും മിനിസ്റ്റർ ആയാലും ഇവരുടെ ഭാഗത്തു നിന്ന് എല്ലാവരും എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കറിയില്ല സിറ്റുവേഷൻ എങ്ങനെയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ സമാപിക്കുകയാണ്. ഒപ്പം തന്നെ മോഹൻലാലാണ് ഈ കലോത്സവത്തിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റാളിൽ എത്തുമെന്നാണ് ഔദ്യോഗികമായിട്ട് ഇവർക്ക് ലഭിച്ചിട്ടുള്ള വിവരമെന്നും നമുക്കറിയാൻ സാധിക്കുന്നു. എന്തായാലും പുതിയ തലമുറ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാതെ കലയിലേക്ക്, കൗമാര കലയിലേക്ക്, അതേപോലെ തന്നെ പഠനത്തിലേക്കൊക്കെ ശ്രദ്ധയൂന്നണം എന്നാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ നൽകുന്ന ഒരു സന്ദേശം. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം.